വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ ആയോ? വൈനൊക്കെ ഇട്ടോ എല്ലാവരും? ഞാൻ ഇഷ്ടംപോലെ വൈനിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക അതൊക്കെ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആണ് ഇനി ചെയ്യാൻ പോണത്. ഡെക്കറേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടാവും, എന്നാലും എനിക്ക് എല്ലാ തവണയും ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ ഇത്തവണ ചെയ്യാൻ പോണതേ. ആദ്യം ചെയ്യാൻ പോണത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ബലൂണിൽ നമ്മൾ ത്രെഡ് വെച്ചിട്ട് കുറേ നാളായിട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. പക്ഷെ ഞാനിത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടില്ല. 2 തവണയൊക്കെ ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ സ്ട്രോങ് അല്ലാണ്ട് ഇങ്ങനെ അൽക്കുലത്തായിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തവണ ഞാൻ 2 കൽപ്പിച്ചാണ് എന്താണ് നടക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത്തവണ ഞാൻ എന്തായാലും സെറ്റാക്കിയേ അടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബോട്ടിൽ ബ്രഷ് വെച്ചിട്ട്. അതെല്ലാവരും കണ്ടോ? അതിൻ്റെ കമൻസ് ഒക്കെ ഒന്ന് പറയൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോസ് എന്നൊക്കെ ഒന്ന് കമൻസിൽ പറയണേ. അപ്പോൾ ഇത് സക്സസ് ആവാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചെങ്കിൽ ബലൂണ് വീർപ്പിച്ചിട്ട്, പൊട്ടാത്ത നല്ല ഉറപ്പുള്ള ബലൂൺ ആയിരിക്കണം കേട്ടോ, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തേക്കാണ് ഏതെങ്കിലും ഒരു ഹോൾഡറിൽ വെച്ചിട്ട് 3 സൈഡ് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തേക്കാം. മുൻപൊക്കെ ഞാൻ ആക്കുമ്പോൾ തന്നെ ബലൂൺ വെച്ചിട്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കത്തി കളിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പാടാം. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്ലൂ വെച്ച് ചുറ്റാൻ പറ്റും ത്രെഡ്. അതിനുവേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫെവിക്കോളിലാണ് ഗ്ലൂ ആയിട്ട് എടുക്കുന്ന ഫെവിക്കോളാണ്. മറ്റേ ഗ്ലൂ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫെവിക്കോളാണല്ലോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ത്രെഡ്, ഞാനിപ്പോൾ ജൂട്ട് ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് സ്റ്റിക്ക് ചെയ്ത് നിന്നോളുമല്ലോ, അതുകൊണ്ടാണ്. വൈറ്റ് ത്രെഡ് എടുത്താലും മതി കേട്ടോ. അതും ഞാനിങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫോക്കസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ, ചെയ്യുന്നതിലല്ലേ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ക്യാമറ ഇങ്ങനെ ഫോക്കസ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒന്ന് ഇഗ്നോർ ചെയ്യട്ടോ. അപ്പം നമ്മൾ ഗ്ലൂവിൽ ഇങ്ങനെ ഈ ത്രെഡ് മുക്കിയിട്ട് അതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര കട്ടിക്ക് വേണോ അതിനനുസരിച്ച് അതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ റോ ഒട്ടി വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിക്കളിച്ച് കുറേ സമയം എടുക്കും. ഇപ്പം ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഫുൾ ആ ഒരു ഇത് മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഉണ്ട മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് അടുത്ത ടിപ്പ്. ഇതാണ് എനിക്ക് ശരിയായത്. ഞാൻ ഗ്ലൂ ഒക്കെ ഒഴിച്ചിട്ട് എപ്പോഴും അത് ബലൂണ് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ചുളുങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തത് വെച്ചെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ജസ്റ്റ് ഒരു ഇച്ചിരി കേട്ടോ, അധികമായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്രാക്ക് വരുവേ. പച്ചവെള്ളം പോലെ ഇങ്ങനെ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇത് ഫുള്ള് ഉണങ്ങണം. വൈറ്റ് സിമെൻറ്റ് ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എനിക്ക് പെട്ടെന്ന് ഉണങ്ങിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതൊക്കെ ഊരി മാറ്റാം. ഞാൻ സെല്ലോ ടേപ്പ് പൊട്ടിച്ചത് ഊരിയിട്ടുണ്ട്, ബലൂൺ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബലൂണിൻ്റെ കാറ്റഴിച്ച് വിടുന്നതിന് മുൻപേ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ബലൂണിൽ നിന്ന് ഒന്ന് വിടിയിക്കണം കേട്ടോ. നമ്മൾ വൈറ്റ് സിമെൻറ്റും ഗ്ലൂ ഒക്കെ ഉള്ളതുകൊണ്ട് ബലൂണായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സൂചി കൊണ്ട് കുത്തി കാറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷൂ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ത്രെഡും ഇങ്ങനെ ഷൂ തന്നെയാവും. ഞാൻ മുൻപൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇങ്ങനെ ഞാൻ ഫിംഗറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ആദ്യം തന്നെ ബലൂണ് ചെറുതായിട്ട് അതിൽ നിന്ന് വിടിയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പയ്യെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പയ്യാണ് കേട്ടോ കാറ്റ് കളയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാറ്റ് കളയുമ്പോൾ ഇതങ്ങനെ ചുങ്ങാറാണ് പതിവ്. അപ്പോൾ ഇത് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആ ഒട്ടിച്ച് വെച്ച ഗ്ലൂ ഇല്ലാത്തൊരു സൈഡ് മാത്രമാണ് ഇളകിയിട്ടുള്ളൂ. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഫ്രണ്ടിൽ നമുക്ക് ലേസ് വെച്ച് ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജൂട്ടിൻ്റെ കളറ് വേണമെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഞാനിപ്പോൾ വൈറ്റ് സിമെൻറ്റ് കൊടുത്ത കാരണം എനിക്ക് വൈറ്റ് തന്നെ വേണമെന്നായിരുന്നു. അപ്പോൾ വൈറ്റ് സിമെൻറ്റിൻ്റെ വൈറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ പെയിൻറ്റും കൂടെ കൊടുത്തപ്പോൾ നല്ല വൈറ്റായിട്ട് നമുക്കൊരു സ്നോയുടെ എഫക്റ്റ് അങ്ങനെ വൈറ്റ് ആക്കിയാൽ നല്ലതാവും കേട്ടോ. ഇത് ഫോക്കസ് ഇങ്ങനെ മാറി കളിക്കുകയാണ് എൻ്റെ ക്യാമറ. ഇനി ഞാനൊരു വൈറ്റ് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു വുഡിൻ്റെ പീസിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. എന്നിട്ട് വൈറ്റ് ഒരു സ്നോയുടെ എഫക്റ്റ് കിട്ടാനാണ് ഞാനിങ്ങനെ പഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. ഒരു റെയിൻഡിയർ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഒന്ന് ഗ്രീനറി വേണമെങ്കിൽ, ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ഗ്രീനറി ആ ഒരു തീം വേണമെങ്കിൽ ചുറ്റും മറ്റേ ഗ്രീനിൻ്റെ ഗ്രാസ് കിട്ടുമല്ലോ, അത് ഉള്ളിൽ ഗ്രാസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കുഞ്ഞിയ ബ്രഷാണ് കേട്ടോ. കുറച്ച് പൈൻ കോൺസ്, സാൻഡ ഗിഫ്റ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ്. ഈ പൈൻ കോൺസ് ഇപ്പം നമ്മൾ എവിടെ നിന്ന് കൊടൈക്കനാൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് പൈൻ കോൺസ് ഉണ്ടായിരുന്നു.
അങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഗ്രീൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൊന്ന് പറയണേ. ഞാൻ എപ്പോഴും കമൻസിൽ പറയാൻ പറയും, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് പറയാനുള്ളതെങ്കിൽ അതൊന്ന് കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂവും കൂടെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, മേരി ക്രിസ്മസ്.